കോഴിക്കോടത്തെ നമ്മളെ ലാസ്റ്റ് ദിവസമാണ്. കുറച്ച് സ്റ്റൈൽ ആയിക്കോട്ടെ. ശാന്തി ആദ്യം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കഴിക്കാം അല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് കോഴിക്കോടത്തെ നമ്മളെ ലാസ്റ്റ് ദിവസമാണ്. ലാസ്റ്റ് ദിവസം എന്ന് പറയുമ്പോ എന്താ സംഭവം? ലാസ്റ്റ് ദിവസം എന്ന് പറയുമ്പോ നമ്മള് നാളെ നാട്ടിൽ പോവാണ്. എന്താന്ന് പറഞ്ഞോ? ശാന്തി. അതെ ഗൈസ്, എന്റെ കല്യാണാണ് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മളെ കല്യാണമല്ല, എന്റെ കല്യാണമാണ്. അപ്പൊ നമ്മൾ നാളെ നാട്ടിലേക്ക് പോകും. ഇന്ന് കോഴിക്കോട് ലാസ്റ്റ് ഡേ, കല്യാണത്തിന് മുന്നത്തെ ലാസ്റ്റ് ഡേ. കൊടുക്കണ്ട. അപ്പൊ ഞാനും തക്കുടും കൂടിയിട്ട് നമ്മൾ ടൗണിലേക്ക് പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. നാളെ നാട്ടിൽ പോവാണല്ലോ, അപ്പൊ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞു. എന്നാലും കുറച്ച് സാധനങ്ങള് മേടിക്കാനുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് റിബനെ കാണാൻ പോകണം. റിത് ഇന്നലെ വിളിച്ചിട്ടൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റിബനെ കാണാം. ഇനി കല്യാണം കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിബനെ കാണാം. ഗായ്സ്, അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ റിതയുടെ അടുത്തേക്ക് പോവാണ്. കല്യാണം ആയതുകൊണ്ട് തന്നെ ഫുൾ കെയറിങ് ആണ്. കല്യാണം ആയതുകൊണ്ട് മാത്രം അല്ലേ? കല്യാണം ആയതുകൊണ്ട് ഫുൾ വെയിൽ കൊള്ളാൻ പാടില്ല, ഒറ്റയ്ക്ക് പുറത്തു വിടണില്ല. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എരഞ്ഞിപ്പാലം. ഇതിനെ കാണാന് നമ്മൾ പോണത് എരഞ്ഞിപ്പാലത്ത് കാണാം. എരഞ്ഞിപ്പാലം എന്ന് പറയുമ്പോ എരഞ്ഞിപ്പാലം കഴിഞ്ഞ് സിവിലാണ്. സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മെയിൻ ആയിട്ട് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കണ വീഡിയോസിലൊക്കെ കാണട്ടെ. നമ്മള് ചോക്കോലിക്ക് എന്നാണ് നമ്മൾ പോണ കഫേയുടെ പേരിട്ട. പിന്നെ കാണില്ലേ ചോക്കോലിക്കുന്ന പേര്. അപ്പൊ ചോക്കോലിക്കിന്റെ ബാക്കില് വലിയ കഥ ഉണ്ട്. വലിയ കഥ എന്ന് പറയുമ്പോൾ വലിയ കഥ. കാരണം നമ്മള് പഠിച്ചത്, ഞാനും ഹൃദയം ഒക്കെ പഠിച്ചത് JDT-ലാണ്. JDT വെള്ളിമാടൊന്ന്. അപ്പൊ അവിടെ പോണ വഴിക്ക് തന്നെ ബസ്സിലിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയും, നമുക്ക് ഇൻഷാല്ല ചോക്കോലിക്ക് വരണം പറഞ്ഞ എന്തായി 3 കൊല്ലം കഴിഞ്ഞ് ഒരു വട്ടം പോലും നമ്മൾ ചോക്കോലിക്ക് പോയിട്ടില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം ആയപ്പോ നമ്മള് ഒന്ന് ലാസ്റ്റ് ആയിട്ട് കൂടാന്ന് വെച്ചിട്ട് നമ്മള് പോണത് ചോക്കോലിക്ക്. പറഞ്ഞ എത്ര കൊല്ലം കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ചോക്കോലിക്കയിൽ കൂടാം. ഞാൻ ഡയറ്റിലാണ്, എന്നാലും നമുക്ക് ചോക്കോലിക്ക് കാരണം നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലേ? ഷുഗർ കട്ടിലാണ്, പക്ഷെ നമുക്ക് അതൊന്നും പ്രശ്നമില്ല. ഓക്കെ ഗായ്സ്, ഇതിന്റെ പുതിയ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ലിപ് ഗ്ലോസ് ഒക്കെ പോയി. ഇതിന്റെ പുതിയ കമ്മലാണ്. കമ്മൽ റൈറ്റ്. അപ്പൊ നമ്മള് നടക്കാതെത്തി. പിന്നെ ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ വാച്ചും വളയും കൂടി ഇട്ടതാണ്. കുറച്ച് സ്റ്റൈലായിക്കോട്ടെ. അപ്പൊ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാരും ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നുണ്ട്. ഞാൻ അധികം ക്യാമറയ്ക്ക് നോക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്നെ തന്നെ നോക്കുമ്പോ കോങ്ങാനുള്ള പോലൊക്കെ തോന്നും. അപ്പൊ മാക്സിമം ക്യാമറയ്ക്ക് നോക്കാൻ ശ്രമിക്കാം. പക്ഷെ നമ്മൾ എന്നെ തന്നെ നോക്കി പോകും. ഇല്ലേ, ശരിയില്ലേ? ചോക്കോലിക്ക് പോയിട്ട് വീഡിയോ കാണാം. യെസ് ഗായ്സ്, നമ്മൾ ഫൈനലി ചോക്കോലിക്കിന്റെ അവിടെ എത്തിട്ടോ. റിത എത്തിയിട്ടില്ല. അപ്പൊ നമ്മള് റിതനെ വെയിറ്റ് ചെയ്യാണ്. റിത വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കയറാം. ഹായ് പറയും. ഹായ് ഗായ്സ്. ഹായ് പറയും. ഹായ്. ഇവിടെ നമ്മൾ ഓൺലൈനിലായിട്ട് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. റിത ഓർഡർ ചെയ്യാണ്. എന്താ ഓർഡർ ചെയ്യണം? OTP ആണോ? ഫോൺ നമ്പറൊക്കെ അടിക്കുന്നുണ്ട്. അവിടെ സ്കാനറൊക്കെ ഉണ്ട്. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മളിത് ഓർഡർ ചെയ്യാൻ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടല്ലേ. Oh my God. ഹലോ, ഹായ്.
ഹായ് ക്യാമറ. ഇതാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് മധുരമില്ലാത്ത ചായയാണ്. കാരണം ഓൾറെഡി നല്ല മധുരമുള്ള സാധനം. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ മധുരമില്ലാത്ത ചായ, മധുരമുള്ള ഇതെന്ത് പേരെന്താ അപ്പം നമ്മളത് കഴിക്കാൻ പോവാണ് ഗൈസ്. ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിക്കാം അല്ലേ? ചൂടുള്ള ചായ ഉണ്ടോ ഉണ്ടോ കാണണ്ടോ? പോവില്ലല്ലോ അല്ലേ? എല്ലാം അങ്ങനെ തന്നെ. ഞാൻ ചായ വെച്ചൊക്കെ പോകും. ഇരിക്കുന്ന പോലെ കാണിച്ചാൽ മതി. വിളിക്കാൻ എത്തിയില്ല കണ്ട്. അടുത്തത് കഴിക്കും. ടേസ്റ്റ് ചെയ്തൊക്കെ കുറേ ഞാൻ നിന്നിട്ട് ചൂടുണ്ട് കേട്ടോ. സാരി എടുത്തിട്ട് മനസ്സിലാക്കണല്ലേ? ചെറിയൊരുണ്ടാവും ഒന്നും കൂടി ഗായ്സ്, എനിക്ക് സർപ്രൈസ് ആയിട്ട് ബ്രൈറ്റ് ബി ഒക്കെ തന്നെ. ഹായ് പറയൂ നീമ. ഹായ് പറയൂ ഇതാ. അപ്പം ഇവരെല്ലാവരും എനിക്ക് സർപ്രൈസായിട്ട് ബ്രൈറ്റ് ബി തന്നു ഗായ്സ്. നീമ അങ്ങനെ യൂട്യൂബിലൊന്നും ഫേസ് കാണിക്കാത്തതുകൊണ്ട് നീമ തിരിയുന്നില്ല. നിയമക്ക് സങ്കടം ഇങ്ങനെ എക്സ്പ്രഷൻ ഇടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇവർ വന്നപ്പോൾ ശരിക്കും ഒരു കല്യാണത്തിന് ഇനി 3 ദിവസമുള്ള 4 ദിവസമുള്ളൂ എന്ന് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കുറച്ച് നേരത്തിന് സ്റ്റെക്കായി. എൻ്റെ സൗണ്ടൊക്കെ പോയി. ഞാൻ ആകെ കണ്ട് സൈലൻ്റ് ആയിപ്പോയി. എക്സ്പ്രഷൻ വന്നില്ല. ശരിക്കും ഓവർ എക്സ്പ്രഷൻ ഇടണേ എനിക്ക് എക്സ്പ്രഷൻ വന്നില്ല. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്കെ, താങ്ക് യു ഗൈസ്. റിതമോൾ എല്ലാം ഒപ്പിച്ചിട്ട് എന്നെ അവിടെ ഇരുന്ന് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് എല്ലാം ഒപ്പിച്ചിട്ട് ബ്രൈറ്റ് ബിക്ക് എനിക്ക് അവിടെ ഗിഫ്റ്റ് ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടത്.
ഫോട്ടോ എടുക്കുക.